ചെറുപ്പക്കാരിയാണ്, ഭർത്താവ് ഇങ്ങനെയാണെന്നുള്ള ചുറ്റുപാടുള്ളവർക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാനെന്ന വ്യാജേന വരുന്നവരോ ഇല്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടി വരുന്നവർക്കൊക്കെ ഇങ്ങനെ ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആണെന്ന് അറിയാം. അപ്പോൾ ശ്രീഗീതയെ പോലൊരു പെൺകുട്ടിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ വരും, ചിലർക്ക് അത് ഒരു മുതലെടുക്കാൻ വേണ്ടിയിട്ട് വരും. മുതലെടുക്കാനാണ് കൂടുതൽ, സഹായം ഉണ്ടായിട്ടില്ല. മുതലെടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നേരിട്ടതെന്നുള്ളതാണ്. അതായത് എന്നെ പഠിപ്പിച്ച അധ്യാപകൻ തന്നെ ഒരു ദിവസം അവരുടെ ബ്രദറിന് ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു അവസ്ഥ നടക്കുന്ന കാലം. അപ്പോൾ അമൃതയിൽ 1-2 ചെക്കപ്പ് ഉണ്ട്, അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ആ സമയം ഗ്യാപ്പ് എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ വരട്ടെ. ഞാൻ പറഞ്ഞു പിന്നെന്താ, എത്ര പ്രാവശ്യം വന്നിട്ടുള്ളതാ, മക്കളെ കൊണ്ടും ഒക്കെ വന്നിട്ടുള്ളതല്ലേ, നമ്മൾ നല്ല കൂട്ടല്ലേ, ഒരു ഫാമിലി പോലെ കഴിയുന്നതല്ലേ, എന്തിനാ അങ്ങനെ ചോദിക്കണം. എൻ്റെ ഒരു ഏട്ടൻ എൻ്റെ വല്യച്ഛൻ്റെ മോൻ വരണ്ടെങ്കിൽ ഞാൻ വരണ്ടാന്ന് പറയുമോ? വന്നോളാൻ പറഞ്ഞു. ഞാൻ ടാങ്ക് കാലയ്ക്ക് കൊടുത്തു. അപ്പോൾ ശശേട്ടൻ കിടക്കുന്നത് ഹോളിലൊരു കട്ടിലിട്ട് അവിടെ ഒരു AC വെച്ചിട്ട് അവിടെയാണ്. അപ്പോൾ അവിടെ തന്നെയാണ് ഹോൾ. നമുക്ക് 501 ഞാൻ വരാമായി എനിക്ക് 501 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റാണ്. അപ്പോൾ കുഞ്ഞതാണെന്ന് അറിയാലോ. അപ്പോൾ അത് അവിടെ ചെയറിൽ അദ്ദേഹം ഇരുന്നു. അപ്പോൾ ഞാൻ ടാങ്ക് ശേഷം കുടിക്കൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം കുടിച്ചു കഴിഞ്ഞത് ആളുടെ നിറം ഇങ്ങോട്ട് മാറി. ആൾ വന്ന് ചേർന്ന് എണീറ്റിട്ട് ബെഡിൽ വന്നിരുന്നു. പിന്നെ എന്നെ ബെഡിലേക്ക് പിടിച്ച് കിടത്താനുള്ള ശ്രമമായി. പ്ലീസ് എനിക്കൊരു ഉമ്മതാ. പിന്നെ എന്നെ ഭയങ്കര ടൈറ്റായിട്ട് ഇങ്ങനെ പിടിക്കുകയാണ്. നിവർത്തിയില്ലാതെ ഗതി കേടുകൊണ്ട് എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ എന്നെ അദ്ദേഹം യൂസ് ചെയ്യും എന്നുള്ളൊരവസ്ഥ എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഉമ്മ കൊടുക്കേണ്ടി വന്നു, എൻ്റെ ഗതികേടിന് വേണ്ടിയിട്ട്. അതായത് എൻ്റെ ശരീരം, എൻ്റെ വസ്ത്രം അഴിക്കാതെയും എൻ്റെ ശരീരം എനിക്ക് സംരക്ഷിക്കണമല്ലോ, അതുകൊണ്ട് മാത്രം എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഒരു അമ്പലത്തിൽ നവരാത്രി സമയത്ത് കുട്ടികൾക്ക് എഴുത്തിനിരുത്തുണ്ട് എന്നുള്ള വിവരം ആധികാരികമായിട്ട് പോസ്റ്റർ അച്ഛൻ അയച്ചു തന്നു എനിക്ക് വാട്സപ്പിൽ. ഉടനെ ഞാൻ ആ അമ്പലത്തേക്ക് വിളിച്ചു. ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ്. ദേവസ്വം ബോർഡിലെ നമ്പർ എനിക്ക് തരണം, അല്ലെങ്കിൽ ഇപ്പം അമ്പലത്തിൽ നിലവിലുള്ള പ്രസിഡൻറ്റോ സെക്രട്ടറിയോ കമ്മിറ്റി ഉണ്ടാവുമല്ലോ, നമ്പർ തരണം പറഞ്ഞു. തന്നു. ഞാൻ പറഞ്ഞു ഞാൻ ചിറ്റൂർ തെക്കര ഗ്രാമത്തിലുള്ള രാമേന്ദ്രൻ്റെ മോളാണ്, ഭാഗവതാചാര്യൻ്റെ. എൻ്റെ ഫ്ലാറ്റിൽ കയറി വന്നിട്ട് എന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. നിങ്ങൾ അങ്ങനെ നിർബന്ധം പിടിച്ചിട്ട്, ഇപ്പോഴത്തെ ഭരണം നിർബന്ധം പിടിച്ച് അദ്ദേഹത്തിനെ ഇരുത്തുകയാണെങ്കിൽ ഞാൻ അടുത്ത വണ്ടിക്ക് അവിടെ വന്ന് നിരാഹാരം ചെയ്യും. പാലക്കാട് കലക്ടർക്ക് ലെറ്റർ കൊടുത്തിട്ട് എന്ത് വേണം തീരുമാനിച്ചോളാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് ഞാൻ പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, നാണുണ്ടോ, നിർത്തിക്കൂടെ ഈ പരിപാടി, എങ്ങനെ എന്ത് മനസ്സോടുകൂടിയാണ് നിങ്ങൾ കുരുന്നുകൾക്ക് ആദ്യ അക്ഷരം കുറിക്കുക, അതിനുള്ള യോഗ്യത നഷ്ടപ്പെട്ടു. ഈ ഭർത്താവിൻ്റെ വീട്ടിലുള്ള സമയത്ത് ഇതേപോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് നമ്മുടെ പാലക്കാട് ഭാഗത്തൊക്കെ എങ്ങനെ വെച്ചാൽ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം പെൺകുട്ടിയുടെ വീട്ടിലാണ്. അത് കഴിഞ്ഞ് പിറ്റേന്നാണ് ഞങ്ങൾ കല്ലടിക്കോട് പോയത്. അന്ന് ഉത്രാടം ദിവസം അവിടെ പോയി. രാവിലെ ഒരു 6 മണിയായപ്പോൾ സത്യം പറയണമെങ്കിൽ തുണിയൊക്കെ അവനുണ്ട് ദേഹത്തുണ്ടായിരുന്നു, തുറന്നു പറയാലോ. നോക്കിയാൽ ആർക്കും ഒരു സീനും കാണില്ല. പക്ഷെ എന്നാലും അരുതല്ലോ, ഒരു ജനൽ അവിടുത്തെ വെറുതെ ഇങ്ങനെ അടയ്ക്കാനേ പറ്റുള്ളൂ, അതിൻ്റെ ഹുക്ക് ഇടാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ബ്ലാങ്കറ്റ് ഇങ്ങനെ മുഖത്തുനിന്ന് ഇങ്ങനെ മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അച്ഛൻ ജനലിൽ കൂടെ ഒത്തി നോക്കണു. ഹസ്ബൻഡിൻ്റെ അച്ഛൻ. എൻ്റെ ഫാദറിലോ. അയ്യോ കൃഷ്ണ, ഞാൻ ആകെ ഞെട്ടിപ്പോയി. പല്ലൊന്നും തേച്ചില്ല, പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തേ അച്ഛാ, എന്ത് പറ്റി, എന്താ നോക്കിയത്, ഇതെന്നെ ചോദിച്ചു. ഇതെൻ്റെ വീടാടി ചേട്ടൻ, ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യും, നീ ആരാ ചോദിക്കാൻ. സെക്കൻഡ് ഡേ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ വായിന്ന് കിട്ടിയ ഉത്തരം. അതൊരു പക്ഷേ ഈ പുള്ളിക്ക് അസുഖം ഉണ്ടെന്നും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്തായി എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റി ആയിരിക്കും. എന്തായാലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, എങ്ങനെ ആയാലും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. തെറ്റന്നെയാണ് അദ്ദേഹം ചെയ്തത്. അതെനിക്ക് ബോധ്യമായത് അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ്. ഇദ്ദേഹം വീട്ടിലത്തെ കാര്യങ്ങളൊന്നും എന്നോട് പറയുന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ ഞാനൊരു 10 ദിവസം കല്ലടിക്കോട് കൊണ്ട് നിർത്തട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിവരം അറിയിച്ചു. ഞങ്ങൾക്കിപ്പോൾ വായനയൊന്നുമില്ല, ധൈര്യമായിട്ട് നീ 10 ദിവസം വന്നു നിന്നോ, അച്ഛനും അമ്മയും ചുറ്റൂരുണ്ട്, ധൈര്യമായിട്ട് വന്ന് നിന്നോ പറഞ്ഞു. അങ്ങനെ അവർ തന്നെ അച്ഛനും അമ്മയും എന്നെ ഇവിടെ വന്ന് എറണാകുളത്ത് വന്ന് ട്രെയിനിൽ കൊണ്ടുപോയി കല്ലടിക്കോടാക്കി.
അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും പോയി. ഞാൻ അവിടെ നിന്നു. മുകളിലാണ് എൻ്റെ ബെഡ്റൂം. 1 മണിയായപ്പോൾ വാതിൽ തട്ടുന്നു. ചോദിച്ചു ആരാ ചോദിച്ചു. അപ്പോൾ എന്നെ ഇദ്ദേഹം റാണിന്ന് വിളിക്കുന്നത് അപൂർവ, ചേട്ടേന്നേ വിളിക്കുള്ളൂ. തുറക്ക് വാതിൽ എന്ന് പറഞ്ഞു. അപ്പം എന്തിനാന്ന് ചോദിച്ചു. ഇപ്പം സമയം ഞാൻ വേഗം എൻ്റെ വാച്ചെടുത്ത് നോക്കിയപ്പോൾ സമയം രാത്രി 1 മണി. ഞാൻ പറഞ്ഞു അച്ഛാ രാവിലെ ആവട്ടെ, ഞാൻ തുറന്നോളാം, ഞാൻ നല്ല ഉറക്കത്തിലാണ് പറഞ്ഞു. അല്ല എനിക്ക് ചുടുവെള്ളം ഇടണം. ഞാൻ പറഞ്ഞു അത് 6 മണിക്കല്ലേ. അപ്പുറം നിന്നുള്ള സംഭാഷണമാണ്. നീ തുറക്ക്. ഞാൻ തുറക്കില്ല, 6 മണി ആവട്ടെ, ഞാൻ ഓൺ ചെയ്തോളുണ്ട് ഗീസറിൻ്റെ പറഞ്ഞ പോലെ തന്നെ തുറന്നില്ല. ഭയങ്കര ദേഷ്യമായിരുന്നു എന്നോട്. അങ്ങനെ 2 ഇൻസിഡൻറ്റ് ഉണ്ടായി. 3-ാമത്തെ ഇൻസിഡൻറ്റ് ഹസ്ബൻഡ് ഉള്ള സമയത്ത് തന്നെ മൂപ്പര് താഴെ നടക്കണ ആള് മുകളിൽ ഉള്ള ബാൽക്കണിയുടെ അവിടെ ഫുള്ളായിട്ട് ടെറസ് ഉണ്ട്, അതിൽ കൂടെ നടക്കുന്നു. അന്നത്തെ ഒരു ദിവസം എന്താണ് ഉദ്ദേശം എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. ഞാൻ ടോയ്ലറ്റ് പോയി കഴിഞ്ഞ് ഫ്ലഷ് ചെയ്ത് ഡ്രസ്സ് ഉണ്ട് കേട്ടോ, കുളിക്കാൻ വേണ്ടി ഡ്രസ്സ് ഇങ്ങനെ അഴിക്കാൻ പോകുമ്പോൾ വിൻഡോ കെയിൻ ഉണ്ടല്ലോ, എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ടില്ല. നോക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നോക്കണു. ഒന്നും വേണ്ടിയില്ല. അപ്പോൾ ആ സമയത്ത് ശശേട്ടൻ്റെ അടുത്ത് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ട്. ശശേട്ടാ ഞാൻ ബാത്റൂമിൻ്റെ ഡോറ് തുറന്നിടുകയാണ്, ശശേട്ടൻ ഇവിടെ നിൽക്കണം, എന്നാലേ എനിക്ക് കുളിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ലച്ചുവിൻ്റെ ബാത്റൂമിൽ പോയി കുളിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തേന്ന് ചോദിച്ചു. അച്ഛനെത്തി നോക്കണു, മകൻ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാത്രി. അപ്പം ഇതൊന്നും ഞാൻ വീട്ടിൽ അറിയിക്കുന്നില്ല കേട്ടോ. പിന്നെ കറക്റ്റ് 10 ദിവസത്തിനുള്ളിൽ മനസ്സിലായി ഈ മോനെ അവർക്ക് വേണ്ട. മകനെ കുറിച്ചിട്ടുള്ള ഒരു വർത്തമാനോ മകൻ അവിടെ അങ്ങനെ ഒരു വ്യക്തി അവിടെ ജീവിച്ചിരിപ്പുണ്ട്, അവരുടെ കുടുംബത്തിലെ ആണ് എന്നുള്ള ഒരു തോന്നലേ എനിക്കുണ്ടായിട്ടില്ല. പടി അടച്ച് പിണ്ണം വെക്കുക എന്ന് പറയില്ലേ നമ്മൾ, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. 10-ാമത്തെ ദിവസം കറക്റ്റ് ഹസ്ബൻഡ് വന്നു. ആ സമയത്താണ് ഈ സംഗതി നടക്കണത്, വിൻഡോ കെയിനിൽ കൂടെ നോക്കുന്നത്. ഞാൻ പറഞ്ഞു ശേഷേ. അപ്പം എൻ്റെ തോറും ഞാൻ പറഞ്ഞു ശശേട്ടാ. അപ്പം ശശേട്ടൻ പറഞ്ഞു ഈ ഒരു അവസ്ഥ ഞാൻ അച്ഛനിൽ കേട്ടിട്ടില്ല കേട്ടോ, ഞാൻ ആദ്യമായി കാണുകയാണ്. എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അച്ഛൻ്റെ മോറൽ സൈഡാണ് ഏറ്റവും ബെസ്റ്റ്, ബാക്കി കുറുപ്പന്മാരിൽ വെച്ചിട്ട്. പുറമെ ആരെയും അറിയിക്കാതെ, അവരെ ബന്ധുക്കളെ പോലും ഫോൺ ചെയ്ത് വരുത്താതെ, ഒന്നും ചെയ്യാതെ, കാരണം മോൻ വരട്ടെ 10 ദിവസം എന്നല്ലേ എന്നോട് പറഞ്ഞിരിക്കണത്. അങ്ങനെ ഞാൻ ഓട്ടോയിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ശശേട്ടാ എനിക്ക് എല്ലാം മനസ്സിലായി, ശശേട്ടനെ അവർ പടിയടച്ച പിണ്ണം വെച്ചിരിക്കുകയല്ലേ ചോദിച്ചു. അപ്പം തലതാത്തി കരഞ്ഞു മൂപ്പര് കുറേ ഓട്ടോയിലിരുന്നിട്ട്. ഇത് ഞാൻ പറയാതെ നീ മനസ്സിലാക്കും അതിനുള്ള മെച്യൂരിറ്റി നിനക്കുണ്ട് എന്നുള്ളത് എനിക്ക് അറിയണത് കൊണ്ടാണ് 10 ദിവസം നിന്നെ ഞാൻ അവിടെ നിർത്തിയത്.